ഇന്ന് മീഡിയ മിഷൻ്റെ അതിഥിയായി നമ്മോടൊപ്പമുള്ളത് സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CH റഹ്മത്തുള്ള തത്താഫി എളമരം അവറുകളാണ്. ഈ സന്ദർഭത്തിൽ നമുക്ക് ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അഭിനന്ദരായ ഉസ്താദ് അവറുകളോട് നമ്മുടെ വിഷയങ്ങൾ സംവദിക്കാം. ഉസ്താദിന് മീഡിയ മിഷൻ ഞങ്ങളുടെ ഈ ആതിഥേയത്വ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ആദ്യമായി നമ്മൾ ഇപ്പോൾ ആനുകാലികമായി നമ്മുടെ മുന്നിലുള്ളൊരു വിഷയം കേരളത്തിലെ ഏറ്റവും ചർച്ചയേറിയ നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചോദിക്കുന്നത്, നിലമ്പൂരിൽ ഈ ഇലക്ഷനിൽ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അതിപ്പോ കൂടുതൽ വോട്ടിട്ട് നാളെ ജയിക്കുന്ന നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ പക്ഷെ ആര് ജയിച്ചാലും നിലമ്പൂരുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ലൊരു MLA ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്താണെങ്കിലും അദ്ദേഹം നല്ല ജനകീയനായ നിലമ്പൂരുകാരുടെ ഒരു പ്രിയപ്പെട്ട ഭരണാധികാരിയാണ്. അവിടെ നേരത്തെ അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനൊക്കെ ആയി പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ഒരാളാണ്. അതേപോലെ സ്വരാജ് ആവട്ടെ, അദ്ദേഹമാണ് വിജയിക്കുന്നതെങ്കിൽ അദ്ദേഹം നല്ലൊരു അക്കാദമിക് നിലവാരമുള്ള ഒരു നല്ലൊരു MLA കിട്ടിയെന്ന് അവർക്ക് അഭിമാനിക്കാം. രണ്ടാളപ്പോൾ ജയിക്കാനുള്ള സാധ്യത കാണുന്നത് ആര് ജയിച്ചാലും നിലമ്പൂർക്കാർക്ക് അതൊരു അഭിമാനമായിരിക്കും. നിലമ്പൂരിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇരുമുന്നണികളും ഒരുപോലെ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എടുത്തു കാണിക്കുന്നത്. അതൊരു നിലക്ക് ആലോചിക്കുമ്പോൾ പറയപ്പെടുന്നത് 2026 നിയമസഭാ ഇലക്ഷനിൽ പ്രതീക്ഷയുള്ളത് നിലമ്പൂരിലെ റിസൾട്ടിനെ ആസ്പദമാക്കി അവിടെ ആര് ജയിക്കുന്നുവോ അവരായിരിക്കും 26 നിയമസഭാ ഇലക്ഷനിൽ വിജയിക്കുക എന്നൊരു കാഴ്ചപ്പാട് എങ്ങനെ വിലയിരുത്തുന്നു? അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് ഇപ്പോൾ. എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അത് ശരിയായി കൊള്ളണമെന്നില്ല. ഈ നിലമ്പൂരിനെ കേരളത്തിൻ്റെ ഒരു പരിച്ഛേദമായി കാണാനൊന്നും പറ്റൂല. അവിടെ സവിശേഷകരമായൊരു സാഹചര്യമാണുള്ളത്. ഒരു കുഴഞ്ഞു മറിഞ്ഞ അന്തരീക്ഷമാണ്. അതിൽ ഇനിയിപ്പം ഇടതുപക്ഷം ജയിച്ചു എന്നതുകൊണ്ട് 2026 ഇടതുപക്ഷം തന്നെ വന്നോളണമെന്നില്ല. ഇനി UDF വിജയിച്ചു എന്നതുകൊണ്ട് 2026 UDF LDF വരാതിരിക്കണമെന്നില്ല. ഇനിയിപ്പോ UDF ജയിച്ചാൽ 2026 UDF വന്നോളണമെന്നില്ല. അത് ഒരു തെറ്റായ സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് 2026 വിജയത്തെ നിർണയിക്കുന്ന ഒന്നായി ഒരു നിലമ്പൂരിലെ ഒരൊറ്റ ബൈ ഇലക്ഷൻ നമുക്ക് കണ്ടുകൂടാം. സുന്നി പ്രസ്ഥാനത്തിന്റെ ഒരു സാരഥി എന്ന നിലയിൽ നമ്മുടെ ഈ ഇലക്ഷനെ ഏതൊരു അർത്ഥത്തിലാണ് നമ്മുടെ പ്രസ്ഥാനം നോക്കിക്കാണുന്നത്? ഇതിപ്പോ ആകെ ഒരു 10 മാസത്തേക്കുള്ള ഒരു MLA സ്ഥാനമാണ് ഇതിനുണ്ടാകാൻ പോകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു അനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഇത് വരുന്നത്. ഒരിടക്കാല തെരഞ്ഞെടുപ്പ്. ഇതിനൊരു അമിതമായ പ്രാധാന്യം കൊടുത്ത് അതിലിറങ്ങി കളിച്ച് അങ്ങനെ ഒരു ഇത് നമ്മളെ പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെതായ ഒരു ഗൗരവം തന്നെ കണ്ടാൽ മതി എന്നുള്ളതാണ് തോന്നുന്നത്. സമൂഹത്തിൽ ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക എന്നതോ അതല്ലെങ്കിൽ ഇവിടുത്തെ ഭരണവ്യവസ്ഥക്ക് എന്തെങ്കിലും ശക്തി കൂട്ടുക എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വലിയൊരു പ്രാധാന്യമൊന്നും ഈ ഇലക്ഷന് നമ്മൾ കാണുന്നില്ല. ഇപ്പോൾ ഈ ഇലക്ഷനിൽ UDFനെ പരസ്യ പ്രസ്താവന ഇറക്കിയിട്ട് അനുകൂലിക്കുന്ന ഒരു വിഭാഗമാണ് ജമാഅത്ത് ഇസ്ലാമി. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജമാഅത്ത് ഇസ്ലാമി ഇതിനു മുമ്പും പല സമീപനങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് തീരെ ഇലക്ഷനിൽ മത്സരിക്കാതെ വോട്ട് ചെയ്യാതെ മാറിയുന്ന കാലം ഉണ്ടായിരുന്നു. പിന്നെ സ്ഥാനാർത്ഥികളെ മൂല്യം നോക്കിയിട്ട് ചെയ്യുന്ന കാലം ഉണ്ടായിരുന്നു. പിന്നെ അവര് സ്വയം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി രംഗത്ത് വന്നു. ഇപ്പോ
കഴിഞ്ഞ 1-2 ഇലക്ഷനുകളിൽ അങ്ങോട്ട് കൊണ്ടുപോയി പതിച്ചു കൊടുക്കുകയാണ്. ഇതാ ഞങ്ങളെ വോട്ട് നിങ്ങൾക്കാണ്. അതിൽ പ്രത്യേക അത്ഭുതമൊന്നുമില്ല. അവർക്കതിന് അവകാശമുണ്ട്. അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വോട്ട് ചെയ്യാം, വോട്ട് ചെയ്യാതിരിക്കാം. അതിനൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പോൾ അവർ അനുവദിച്ചു കൊടുക്കുകയാണ്, ഇന്ന ആൾക്കാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞാൽ അതിൽ പ്രത്യേക അത്ഭുതമൊന്നുമില്ല. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അവരുടെ പഴയ ആശയങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒഴിവായിട്ടുണ്ട് എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാറിന്റെ ഒരു പ്രതികരണം കണ്ടു. അതുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു മീഡിയകളിൽ. അതിനെക്കുറിച്ച് ഒരു വിശദീകരണം ആഗ്രഹിക്കുന്നു. അത് പിന്നെ ഞാൻ അന്ന് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷ നേതാവ് ആ വിഷയത്തിൽ വേണ്ട പോലുള്ളൊരു ഗൃഹപാഠം ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹത്തെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതോ ഈ പത്രക്കാര് നിരന്തരം കുത്തിച്ചോദിച്ചപ്പോൾ പറഞ്ഞു പോലെ ആയിരിക്കാനാണ് സാധ്യത. ജമാഅത്തെ ഇസ്ലാമി യഥാർത്ഥത്തില് മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക് ഇസ്ലാം എന്ന് പറയുന്ന ആശയത്തിൽ നിന്ന് അവർ പിന്മാറിയിട്ടില്ല. അവര് ആ ആശയത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും എന്നാൽ നേരത്തെ ആ ആശയം നടപ്പാക്കാൻ വേണ്ടി അവർ സ്വീകരിച്ചിരുന്ന രീതി ജനാധിപത്യ രാഷ്ട്രീയവുമായി പരിപൂർണമായും പുറംതിരിഞ്ഞു നിൽക്കുക എന്നതായിരുന്നു. അവിടുന്ന് മാറിയിട്ട് അതിലേക്ക് ഇറങ്ങിയിട്ട് എങ്ങനെ അതിനെ പരാജയപ്പെടുത്താൻ പറ്റും എന്നതാണ് അവരാലോചിക്കുന്നതെന്നാണ് അവരുടെ നയസമീപനങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉടലെടുക്കുന്നത്, ഇസ്ലാമിന് രാഷ്ട്രീയത്തിൽ നിലപാടില്ലേ? അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക് ഇസ്ലാമും അതുപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതൊരു വളരെ പ്രസക്തമായ ചോദ്യമാണ്. പൊളിറ്റിക് ഇസ്ലാം, ഇസ്ലാമിക രാഷ്ട്രീയം, ഇത് രണ്ടും രണ്ടാണ്. ഇസ്ലാം സമഗ്രമായൊരു മതമാണ്. അതിൽ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മാണം, അതിൻ്റെ ഭരണം, അതിൻ്റെ ഭരണാധികാരികളുടെ ഉത്തരവാദിത്തങ്ങൾ, പ്രജകളോടുള്ള കടപ്പാടുകൾ, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുന്ന സമഗ്രമായ ഒരു മതമാണ് ഇസ്ലാം. അതിൽ യാതൊരു തർക്കമില്ല. അപ്പം ഒരു മുസ്ലിം അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഒരു ഭരണകൂടം സ്ഥാപിച്ച് ഭരണം നടത്തേണ്ടി വരുമ്പോൾ അവിടെ ഇസ്ലാമിനൊന്നും പറയാനില്ല, വേറെ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തെ അവലംബിക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാമാണ് അതിന് സമഗ്രമായ ഒരു നിയമം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതാണ് ഇസ്ലാമിക രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ. എന്നാൽ പൊളിറ്റിക് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം, അവൻ എവിടെ ജീവിക്കുന്നവനാവട്ടെ, മരിക്കുന്നത് വരെ അവൻ ലക്ഷ്യമാക്കേണ്ടത് അവൻ ജീവിക്കുന്ന നാട്ടിൽ ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഉണ്ടാക്കി തീർക്കുക. അപ്പോഴാണ് അവൻ അള്ളാഹുവിന്റെ ഖലീഫ എന്ന് പറയുന്നത് സാർത്ഥകമാകുക. അപ്പൊ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ ജീവിത ലക്ഷ്യം എന്നാണ് പൊളിറ്റിക് ഇസ്ലാമിന്റെ ആളുകൾ പറയുന്നത്. ആ വാദം അപകടകരവും പ്രമാണവിരുദ്ധവും ഇസ്ലാമിന്റെ പാരമ്പര്യത്തിന് എതിരുമാണ്. ഇപ്പം 100,000-ൽ പരം പ്രവാചകന്മാർ ഇവിടെ വന്നുവല്ലോ. ഈ പ്രവാചകന്മാരൊന്നും ജീവിത ലക്ഷ്യം നേടിയില്ല എന്ന് പറയേണ്ടി വരും. ഇതാണ് ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ. ഇപ്പൊ മൗലാന മൗദൂദിയുടെ ഖുതുബാത്ത് എടുത്തു നോക്കിയാൽ അതിൽ വിശദമായി അദ്ദേഹം സംസാരിക്കുന്ന വിഷയത പൊളിറ്റിക് ഇസ്ലാമിന്റെ ആശയം പറയുന്നുണ്ട്. അപ്പം മുസ്ലിമിന്റെ ജീവിതം എന്ന് പറഞ്ഞത് അള്ളാഹുവിന് പരമാധികാരമുള്ള ഒരു രാജ്യം സ്ഥാപിക്കല. നമ്മളൊരു രാജ്യം സ്ഥാപിച്ചു കൊടുത്താലേ അള്ളാഹ്ക്ക് പരമാധികാരം ഉണ്ടാവുള്ളൂ എന്നാ പറയുന്നത്. അള്ളാഹുവിന്റെ പരമാധികാരത്തിന് ഇവിടെ ആര് ഭരിച്ചാലും ഒരു കുറവുണ്ടാവില്ലല്ലോ. പക്ഷെ അതൊരു മുസ്ലിം ഭരണം നടക്കുക അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചെങ്കിലേ അള്ളാഹിന്റെ പരമാധികാരം ഇവിടെ നിലനിൽക്കുള്ളൂ എന്ന് വാദിക്കുകയാണെങ്കിൽ പ്രവാചകന്മാര് 1,24,000-ൽ പരം വന്നുപോയിട്ടുണ്ടല്ലോ. ഇവരില് ഭരണം നടത്തിയ എത്ര ആളുകളാ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, ഒന്ന് ദാവൂദ് നബി അലൈഹി സ്വലാം കുറഞ്ഞ കാലം ഭരിച്ചിട്ടുണ്ട്. മകൻ സുലൈമാൻ നബി അലൈഹി സ്വലാം ലോകം മുഴുവൻ അടക്കി ഭരിച്ച ഒരു ചക്രവർത്തിയും കൂടിയായിരുന്നു. പിന്നെ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മളെ നബി കുറഞ്ഞ പ്രദേശം മക്ക മദീന ഉൾക്കൊള്ളുന്ന, ഹിജാസ് ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരിച്ചിട്ടുള്ളത്. പിന്നെ യൂസുഫ് നബി അലൈഹി സ്വലാമാണ് ഭരണത്തിൽ പങ്കാളിയായിട്ട് നമ്മൾ കാണുന്ന ഒരാൾ. അദ്ദേഹം ഇസ്ലാമിക ഭരണത്തിലല്ല, അന്ന് ഈജിപ്തില് മുസ്ലിം ഇസ്ലാമിക ഭരണമല്ല നടക്കുന്നത്. എന്നിട്ടും ആ ഭരണത്തിൽ പങ്കാളിയാണ് ആര് ചെയ്യുന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാം.
അപ്പൊ ഈ പ്രവാചകന്മാരാരും നമ്മളുടെ ലക്ഷ്യം ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിക്കലാന്ന് പറയുകയോ അതിനുവേണ്ടി മാത്രം പ്രവർത്തിക്കുകയോ ചെയ്താൽ നമുക്ക് കാണാൻ പറ്റൂല. മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹു പറഞ്ഞതുപോലെ ഇത്തഖുല്ലാഹ മസ്തത്വം, നിങ്ങൾ ജീവിക്കുന്ന ഏത് സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ നിങ്ങൾ സാധിക്കുന്ന രീതിയിൽ അള്ളാഹിന്റെ വിധിവിലക്കുകൾ മാനിച്ച് ജീവിച്ച് അവന്റെ പൊരുത്തം നേടി നമ്മുടെ തറവാടാകുന്ന സ്വർഗത്തിൽ എത്തിച്ചേരുക. ഇതാണ് ഒരു മുസ്ലിമിന്റെ ജീവിത ലക്ഷ്യം. അതിനെ നേരെ മാറ്റിയിട്ട് ഇവിടെ ഒരു ഭരണം സ്ഥാപിച്ചെടുക്കലാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം എന്ന് പറയുന്നതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. അത് ഇസ്ലാമിനെ അട്ടിമറിക്കലാണ്. 2019 ജമാഅത്ത് ആശയങ്ങളൊക്കെ ഒരു ആശ്രയ സ്രോതസ് എന്ന് പറയുന്ന അബുൽ അല മൗദൂദിയുടെ ഈ ജമാഅത്ത് ഇസ്ലാമി അവരുമായുള്ള ആശയത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടുണ്ട് എന്നും പൊളിറ്റിക് ഇസ്ലാം അവർക്ക് ഇല്ല എന്നും ഇപ്പോൾ ചിലരൊക്കെ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ഇതിന്റെ യഥാർത്ഥ വസ്തുത എന്താണ്? 2019 ജമാഅത്തെ ഇസ്ലാമി മൗലാന മൗദൂദിയെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ അമീർ ആരിഫ് അദ്ദേഹമാണ് തള്ളിപ്പറഞ്ഞു എന്ന് പറയുന്നത്. ആ ക്ലിപ്പ് ഒന്ന് കേട്ടുനോക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് എന്നുള്ള നിലയിൽ സയ്യിദ് മൗദൂദിയോട് ജമാഅത്തെ ഇസ്ലാമിക്ക് കടപ്പാടുണ്ട്. അതേ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദിയുടെ ലിഖിതങ്ങളോ സയ്യിദ് മൗദൂദിയുടെ വീക്ഷണങ്ങളോ അല്ല. ഖുർആനും പ്രവാചകചര്യയുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ. ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ്. ആ ക്ലിപ്പിൽ പറയണത് എന്താ? ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം മൗദൂദിയല്ല, അത് ഖുർആൻ സുന്നത്തുമാണ്. അതൊരു പുതിയ ആശയമൊന്നുമല്ല. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയെ തന്നെ പറഞ്ഞ സംഗതിയാണ്. അതുപോലെ ഭരണഘടനയെ തന്നെ പണ്ടേ പറഞ്ഞു വരുന്നതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം ഖുർആനും സുന്നത്തുമാണ് എന്നത്. ഇത് ആളുകളെ കബളിപ്പിക്കാനുള്ള ഒരു വാക്ക് ഉപയോഗിച്ചതാണ്. യഥാർത്ഥത്തിൽ മൗദൂദി ഖുർആനും സുന്നത്തും അനുസരിച്ച് പറഞ്ഞ പൊളിറ്റിക് ഇസ്ലാം അത് ശരിയല്ല എന്ന് ഖുർആനും സുന്നത്തിൽ നിന്നും ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് മൗദൂദിയുടെ പൊളിറ്റിക് ഇസ്ലാം എന്ന ആശയത്തെ ഞങ്ങൾ തള്ളുന്നു എന്നാണ് അവർ പറഞ്ഞതെങ്കിൽ ഏറ്റവും ആദ്യം സ്വാഗതം ചെയ്യൽ നമ്മളായിരിക്കും. കാരണം നമ്മൾ അതിനെതിരെയാണല്ലോ ഇതിനെ പ്രവർത്തിച്ചു വരുന്നത്. അപ്പൊ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, അതിനെ അവർ തള്ളിപ്പറഞ്ഞിട്ടില്ല. അവര് പറയണത് മൗദൂദി ഞങ്ങളെ പ്രമാണമല്ല. മൗദൂദി പറഞ്ഞത് പ്രമാണത്തിന് വിരുദ്ധാണെന്ന് പറഞ്ഞോ? അത് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞെങ്കിലല്ലേ ഒരു മൗദൂദിനെ തള്ളിപ്പറഞ്ഞു എന്നാവുള്ളൂ. ഇനി നിങ്ങൾ നോക്ക, മൗദൂദിനെ തള്ളിപ്പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള 2019 ഈ പുസ്തകം മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം, അബുൽ അല മൗദൂദി. ഇതിറങ്ങണത് എന്നാ? ഇത് 2021 2021 19 തള്ളിപ്പറഞ്ഞ് 2021 ഇറങ്ങിയ ഈ പുസ്തകത്തിന്റെ 25-ാമത്തെ പേജില് ജനാധിപത്യ സംവിധാനമായിട്ട് സഹകരിക്കുന്നതിനെ കുറിച്ച് എന്താ മൗദൂദി എഴുതിയത്? മുസൽമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഞാനിത് അവരോട് തുറന്ന് പ്രസ്താവിക്കുന്നു. ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുമ്പിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പിറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതരോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. ഇത് 2021 ഇപ്പോഴും ജമാഅത്തെ ഇസ്ലാമി അടിച്ചു വെക്കുകയാണ്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഈ ആശയത്തിൽ നിന്ന് പിന്മാറി എന്ന് പറയുന്നത് പഠനം നടത്താതെയാണ്, ജമാഅത്തെ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാതെയാണ്, നമ്മൾ വെറുതെ പറഞ്ഞല്ല. പിന്നെ ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച് ആളുകളെ കബളിപ്പിക്കുക ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു സംവിധാനമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്നു KT അബ്ദുള്ള മൗലവി. അദ്ദേഹത്തിന്റെ ക്ലിപ്പൊന്ന് കേട്ടു നമുക്ക്. ഇത്ര തീർത്തും ജമാഅത്തെ ഇസ്ലാമി പറയുന്നില്ല. ഇപ്പോ കുറച്ചൊക്കെ സൂക്ഷിച്ചിട്ട് വർത്താൻ പറയുന്നത്. നമുക്കിവിടെ ജീവിക്കട്ടെ.
അപ്പൊ അതെല്ലാം പരിഗണിച്ചിട്ട് ചിലപ്പോൾ ഡെമോക്രസി മറ്റേ സെക്യുലറിസം എന്നെല്ലാം പറഞ്ഞുവിടും. അതൊക്കെ പദം കൊണ്ടുള്ള കളിയാ. അടിസ്ഥാനപരമായോ വിശ്വാസത്തിലോ ഒരു മാറ്റവും വരുത്താൻ പാടില്ല, വരുത്തിയില്ല. വാചക ശൈലിയിൽ ലേശം മിനുക്ക് പണിയൊക്കെ ചെയ്യും. അപ്പോ ഈ ക്ലിപ്പിൽ പറയുന്ന എന്താ, ഇത് ആളുകളെ മുമ്പിൽ നമ്മൾ എന്തു പറയും, നമുക്കോട് ജീവിക്കണമല്ലോ. മുമ്പ് പറഞ്ഞത് നമുക്കോട് ജീവിക്കണമല്ലോ. ജീവിക്കണമെങ്കിൽ നമ്മൾ ഇടക്കിടക്ക് ഇവിടെ പിന്നെ ജനാധിപത്യം, മതേതരത്വം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേ സമയത്ത് നമ്മൾ ആശയത്തിൽ യാതൊരു മാറ്റവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി മാത്രല്ല, ഇവരുടെ താത്വിക ആചാര്യനാണ് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്. അദ്ദേഹം ആണയിട്ട് പറയാണ്, ഈ ജനാധിപത്യ സംവിധാനത്തെ സ്ഥാപിക്കാനോ നിലനിർത്താനോ ലക്ഷ്യം വെച്ചുകൊണ്ട് വോട്ട് ചെയ്യലും നിയമസഭയിൽ അംഗമാവലും അതിനുവേണ്ടി പ്രവർത്തിക്കലും ശിർക്കാണ്, 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 ഇന്നുമാണ്, നാളെയാണ്, ഖിയാമത്ത് നാൾ വരെയാണ് എന്നാണ് അയാളെ ക്ലിപ്പിലെ ആള് തീർത്തു പറയുന്നത്. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ അല്ലെങ്കിൽ താവൂത്ത് വ്യവസ്ഥ എന്ത് പറഞ്ഞാലും വേണ്ടില്ല, അള്ളാഹുവിന്റെ വ്യവസ്ഥ അല്ലാത്ത വ്യവസ്ഥ. ആ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും ശിർക്കാണ്, തൗഹീദിനെതിരാണ്, അനിസ്ലാമികമാണ്, ഇന്നലെയാണ്, ഇന്നാണ്, നാളെയാണ്, മറ്റന്നാളുമാണ്, ഖിയാമത്ത് നാൾ വരെയാണ്, മാറൂല. ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞോളൂ. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. ഇതും 2021 വണ്ടൂര് നടന്ന ഒരു ജമാഅത്ത് ഇസ്ലാമിന്റെ ക്യാമ്പിൽ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അവര് ഇപ്പോഴും ഏതാശയത്തിൽ തന്നെയുള്ളത്, ജനാധിപത്യം നിലനിർത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് അതിൽ പങ്കെടുത്തുകൂടാൻ എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണെന്ന് പറഞ്ഞാൽ ഗൗരവമുള്ള സംഗതിയല്ലേ. നമ്മള് ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് തന്നെ പുറത്തു പോകും എന്നാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും ജമാഅത്ത് ഇസ്ലാമിക്ക് വന്നിട്ടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ അവർ വെള്ളം ചേർത്തിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് അവർക്ക് അണികൾ അത് ബോധ്യപ്പെടുത്തേണ്ടി വരും. എങ്ങനെയാണ് ജമാഅത്ത് നേതാക്കൾ അണികളെ ആ ഒരു മാറ്റത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്? ആ ബോധ്യപ്പെടുത്തുന്ന രീതിയാണ് ഷെയ്ഖ് മുഹമ്മദിന്റെ പ്രസംഗത്തിൽ പറയുന്നത്. ഇയാൾ 2 നിബന്ധന പറയുന്നുണ്ടല്ലോ. ഒന്ന്, പിന്നെ ജനാധിപത്യം സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ അപ്പം ഒരു പ്രവൃത്തി ചെയ്യുന്നത് നമ്മളെ നിയ്യത്തനുസരിച്ചാണ്, നമ്മളെ കരുത്തെന്താണോ ലക്ഷ്യം എന്താണോ അതനുസരിച്ചാണ്. ഇപ്പൊ ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്താനോ അതിനെ സ്ഥാപിക്കാനോ ഉദ്ദേശിച്ചാണെങ്കിൽ അത് ശിർക്കാണ്. ആ ഉദ്ദേശം ഇല്ലാതെ ജനാധിപത്യമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ ശിർക്കല്ല. പിന്നെ എന്ത് ഉദ്ദേശത്തോടെയായിരിക്കും അവർ പ്രവർത്തിക്കുന്നത്? ഇതിനെ സ്ഥാപിക്കാനും ഇല്ല നിലനിർത്താനും ഇല്ലെങ്കിലും എന്തായിരിക്കും ഉദ്ദേശം? ഇതിനെ തകർക്കുക എന്നല്ലേ. അപ്പൊ ഉള്ളിൽ കയറി നമ്മൾ കുറെ കാലം പുറത്തു നിന്ന് കളിച്ചു, ഒന്നും നടന്നില്ല. ഇനി ഉള്ളിൽ കയറിയിട്ട് ജനാധിപത്യ സംവിധാനത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മൾ അതുമായിട്ട് സഹകരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ് കബളിപ്പിച്ചിട്ടാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ അണികളെ പിടിച്ചു നിർത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ജമാഅത്ത് ഇസ്ലാമി ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരെവിടെയെങ്കിലും ആക്രമണങ്ങൾ നടത്തിയതായിട്ട് വല്ല അറിവുമുണ്ടോ? ഈ തീവ്രവാദം എന്ന് പറഞ്ഞാൽ എന്താണ്? വാദം എന്ന് പറഞ്ഞാൽ നിലപാട്, അഭിപ്രായം എന്നൊക്കെ അർത്ഥം. ഒരു നിലപാടില് മിതമായ നിലപാടുണ്ടാവും, മധ്യമ നിലപാടുണ്ടാവും, തീവ്ര നിലപാടുണ്ടാവും. അതിൽ തീവ്ര നിലപാടാണ് ഏത്? ഈ തീവ്രവാദം എന്ന് നമ്മൾ പറയണത്. തീവ്രവാദം 2 രീതിയിലുണ്ട്. ഒന്ന് അക്രമാസക്തമായ തീവ്രവാദമുണ്ട്, ആശയപരമായ തീവ്രവാദമുണ്ട്. അക്രമാസക്തമായ തീവ്രവാദം ചിലപ്പം കൂടുതലൊന്നും ജമാഅത്ത് ഇസ്ലാമിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. കാരണം അതിനുള്ള കഴിവും ശേഷിയുള്ളവരാണല്ലോ അത് ചെയ്യാൻ. ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമിക്ക് ശേഷി ഉണ്ടായ ചിലത്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം കുറ്റ്യാടിയുടെ ഓർമ്മകൾ എന്നൊരു പുസ്തകമുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കുറെ നേതാക്കന്മാര് ചേർന്ന് എഴുതിയൊരു പുസ്തകമാണ്. അതിൽ ഇവരുടെ പ്രധാന മൗലവിയായ മൊയ്തു മൗലവി കുറ്റ്യാടിയില് മക്ബറ പൊളിച്ചതും അവിടെ ജുമുഅ മാറ്റിയതും ഒക്കെ അവർ പറയുന്നുണ്ട്, വിശദമായിട്ട് എഴുതുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയാണ്, ജുമുഅക്ക് സാധാരണ സുന്നി പള്ളികളുടെ പാരമ്പര്യം പോലെ
കുറ്റ്യാടി പള്ളിയിൽ മുഅദ്ദിന് മാസർ വിളിക്കാൻ വേണ്ടി വരികയാണ്. ഇവര് നേരത്തെ തന്നെ എന്ത് ചെയ്തു, അകമ്പള്ളിയിൽ മുഴുവനും ജമാഅത്തെ ഇസ്ലാമിക്കാളെ കൊണ്ടുവന്ന് ഇരുത്തി. ഫസ്റ്റിലെ ആദ്യത്തെ ലൈനുകളിലല്ല. അങ്ങനെ മുഅദ്ദിന് ഇങ്ങനെ പറയാണ്, മാസർ മുസ്ലിമീൻ റഹ്മത്തുള്ളാ എന്ന് പറയാൻ നിൽക്കുമ്പോ പിടിച്ചൊരു ഒറ്റ തിരിക്കല, കൊടുക്കട വാങ്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇയാളെ കൊണ്ട് വാങ്ങ് നിൽക്കാൻ നോക്കും. ഇയാൾ വാങ്ങ് കൊടുക്കുന്നില്ല എന്നുണ്ടപ്പം വേറെ ഇട്ടം വാങ്ങ് കൊടുത്ത് ഖത്തീബ് പള്ളിയിലേക്ക് ഹുതുബ ഓതാൻ വേണ്ടി ഇങ്ങനെ റൂമിൽ നിന്ന് പുറത്തിങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ഇവരെ മൗലവി കയറിയിട്ട് മെമ്പർമൽ കയറി. ഇതാണ് പോൽക്ക് സ്വാധീനമുള്ളടത്ത് ചെയ്ത് വലിയ അക്രമല്ലേ, ഇതല്ലേ തീവ്രവാദം എന്ന് പറഞ്ഞത്. അതുപോലെ അവിടുത്തെ മക്കബറ പൊളിച്ചു കളഞ്ഞു. ഒരുപാട് കാലം അൽക്കോല് തന്നെ എഴുതി വെച്ചതാണ് കുറ്റ്യാടിയുടെ ഓർമ്മകൾ എന്നുള്ള പുസ്തകത്തിൽ. അപ്പൊ സ്വാധീനമുള്ളവർക്ക് അവർ ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വിമർശിച്ചാൽ അവരെ മറുപടി ഒന്നും ആ രീതി പറയില്ലായിരുന്നു. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ചൊക്കെ ഒരു ശക്തി അവർക്ക് ഉണ്ടെന്ന് തോന്നുമ്പം അവരാ രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്ന തീവ്രവാദം എന്ന് പറഞ്ഞാല് ആശയപരമായ തീവ്രവാദമാണ്. മുസ്ലിം സമുദായത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യത്തിലാവട്ടെ, ഇനി ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് വടികൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലുത്. ഇപ്പം ഇസ്ലാമിനെ പ്രതിരോധത്തിലാക്കാനും മുസ്ലിങ്ങളെ ആക്രമിക്കാനും ഒക്കെ തുന്നിക്കൊണ്ടിരിക്കുന്ന ആളുകൾ എന്നും ആയുധാക്കിയത് ആരെയാണ്? ജമാഅത്തെ ഇസ്ലാമിയുടെ പൊളിറ്റിക് ആശയത്തല്ലേ. അതല്ലേ ഏറ്റവും വലിയ അപകടകരമായ തീവ്രവാദം എന്ന് പറഞ്ഞാല്. അപ്പൊ ആ രീതിയിലുള്ള തീവ്രവാദം ഉണ്ട്. ഈ വെട്ടും കുത്തും മുറിയായിട്ടുള്ളത് ചിലപ്പം നമ്മൾ കണ്ടില്ല എന്ന് വരും. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി അപകടങ്ങൾ മാത്രം ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. ഇപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനമായിട്ട് സഹകരിക്കാൻ പാടില്ല എന്ന് ഇത്രയും കാലം പ്രചരിപ്പിക്കുക മാത്രമല്ല, അത് നമ്മുടെ ഏകദൈവ വിശ്വാസത്തിനെതിരാണ്, നമ്മൾ പരലോകത്ത് പരാജയപ്പെടാൻ കാരണമാണ് എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ അതിശക്തമായി പ്രതിരോധിച്ചതുകൊണ്ട് ആ ആശയത്തിലേക്ക് കേരളീയർ പോയില്ല. അവർ ജനാധിപത്യമായിട്ട് സഹകരിച്ചത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ സംവിധാനങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതേ സമയത്ത് ഈ മൗദൂദിയുടെ ഉറുദു സംസാരിക്കുന്ന ഉത്തരേന്ത്യൻ പ്രദേശങ്ങളിൽ എന്ത് ചെയ്തു, ഇത് വലിയ സ്വാധീനം ഉണ്ടാക്കി. കാരണം മതത്തിന്ന് പുറത്തു പോകാണല്ലോ. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ ഉത്ബുദ്ധത അവർക്ക് കൈവരിക്കാൻ സാധിച്ചില്ല. ഇന്നും ഡൽഹിയിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ ചെന്നാൽ നമ്മൾ മുസ്ലിം സഹോദരങ്ങളെ കാണുന്നത് റിക്ഷ ഉന്തി ഉപജീവനം നടത്തുന്നവരായിട്ടാണ്. കാരണം വിദ്യാഭ്യാസം ചെയ്തിട്ട് കാര്യമില്ല, ശിർക്കാണ്. അതുപോലെ തന്നെ പഠിക്കാൻ പോയിട്ട് കാര്യമില്ല, ഈ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. ഇതുകൊണ്ട് സമൂഹത്തെ പിറകോട്ട് വലിക്കുക തന്നെ ജമാഅത്തെ ഇസ്ലാം. അപ്പൊ അവര് ആ ആശയത്തിൽ നിന്ന് പിന്മാറുകയാണെങ്കിൽ നമ്മൾക്കാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്മാറുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെയായിരിക്കണം? ഇത്രയും വലിയ അപകടം ഉണ്ടാക്കിയ ഈ വാദത്തിൽ നിന്ന് പിന്മാറുമ്പോൾ ഇതിന് ഈ ഉമ്മത്തിനോട് ഒരു മാപ്പ് പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ തുറന്നു പറയേണ്ടതുണ്ട്, മൗദൂദി അവതരിപ്പിച്ച ഈ പൊളിറ്റിക് ഇസ്ലാം അത് ഇസ്ലാമുമായിട്ട് ബന്ധമില്ലാത്തതാണ്, ഇസ്ലാമിന്റെ പ്രമാണങ്ങൾക്ക് വിരുദ്ധാണെന്ന് അവർ തുറന്നു പറഞ്ഞാൽ അതിനെ ആദ്യം നമ്മൾ സ്വാഗതം ചെയ്യും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമ്മുടെ കേരളീയ മുസ്ലിം പരിസരങ്ങളിൽ ആശയപരമായി തീവ്ര ചിന്താധാരകളിലൂടെ ചിത്രത രൂപപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി. ജമാഅത്തെ ഇസ്ലാമിയെ വെള്ളപൂശാനുള്ള മുഖ്യധാര രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പ്രസ്താവനകൾ അത് മുസ്ലിം സമൂഹത്തിന് പ്രധാനമായും വലിയ നാശനഷ്ടങ്ങൾ വരുത്തിത്തീർക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആശയ വ്യതിയാനം ജമാഅത്തെ ഇസ്ലാമിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുസ്ലിം സമൂഹത്തോട് ഒരു പരസ്യമായി മാപ്പ് പറയണമെന്നുള്ള ഒരു ആവശ്യമാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്. നമ്മോടൊപ്പം ഇന്ന് അതിഥിയായെത്തിയ സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CH റഹ്മത്തുള്ള തഖാഫി എളമരം മീഡിയ മിഷനോട് ഹൃദയപൂർവ്വം സംവദിച്ചു. ഈ പ്രേക്ഷകർക്കും നമ്മളോട് വിഷയങ്ങൾക്ക് കൃത്യമായ മറുപടി തന്ന് നമുക്ക് ഒരു നല്ല ഒരു ഉചിതമായ നിലപാട് രൂപപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ തന്ന പുണ്യരായ ഉസ്താദിനും മീഡിയ മിഷൻ അണിയറ പ്രവർത്തകർക്കും പ്രത്യേകമായ നന്ദി രേഖപ്പെടുത്തുന്നു.